ഡോക്ടർ ഇപ്പോൾ അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് അബോഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്തായിരിക്കും? ഇപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും? റിപ്പീറ്റ് അബോർഷൻസ് യൂഷ്വലി ആദ്യത്തെ 3 മാസം കാലം, അതായത് 12 തൊട്ട് 14 ആഴ്ചയ്ക്ക് ഉള്ളിലാണ് പലവട്ടം അബോർഷൻസ് ആവുന്ന ലേഡീസ്. ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി എന്നാണെന്ന് പറയുക. 3 അതിൽ കൂടുതലോ അബോർഷൻസ് ഉണ്ടാവുക. ഇതേമാതിരി തന്നെ ചിലർക്ക് 3-ാം മാസം കഴിഞ്ഞിട്ടും, അതായത് 18 വീക്സ് കഴിഞ്ഞിട്ടും പലവട്ടം അബോർഷൻസ് ഉണ്ടാവാം. ഈ ആദ്യത്തെ 3 മാസത്തിലുണ്ടാവുന്ന റിപ്പീറ്റഡ് അബോർഷൻസിനുള്ള ഏറ്റവും കോമണസ്റ്റ് കോസ് ജനറ്റിക് കോസാണ്. ആയ ഭ്രൂണത്തിൽ നോർമലായിട്ടല്ലാത്ത ഉള്ള ഒരു ജനറ്റിക് കോൺഫിഗറേഷൻ, ക്രോമസോമൽ കോൺഫിഗറേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിക്കപ്പുറം വളരില്ല. അത് പിടിച്ചു തുടങ്ങിയ പാടെ തന്നെ അത് ബ്ലീഡിങ് ആയിട്ട് അലസി പോകാനാണ് സാധ്യത വരുന്നത്. അന്യൂപ്ലോയിഡി എന്നാണ് അതിനെ യൂഷ്വലി പറയാറുള്ളത്. അത് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അബോർഷൻ ആവുന്ന പ്രോഡക്ട്സ്, ആ ഭ്രൂണം അബോർഷൻ ആവുന്ന വഴി അത് കളക്ട് ചെയ്ത് അതിൻ്റെ ജനറ്റിക് സ്റ്റഡീസിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ ആയ ഭ്രൂണത്തിൽ എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ട് എന്ന പക്ഷം അച്ഛൻ്റെയും അമ്മയുടെയും ജനറ്റിക് സ്റ്റഡീസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു വേള 2-3 വട്ടം അബോർഷൻ ആയതിനു ശേഷമാണ് നിങ്ങൾ പേഷ്യൻറ്റിനെ കാണുന്നത്, ആയ ഭ്രൂണത്തിൻ്റെ പഠനം ജനറ്റിക് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേരൻസിൻ്റെ ജനറ്റിക് സ്റ്റഡീസ് നോക്കാനേ നമുക്ക് മാർഗമുണ്ടാവുള്ളൂ. അങ്ങനെ ജനറ്റിക് അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉള്ള ഒരു കപ്പിളാണെന്നുണ്ടെങ്കിലാണ് IVF വഴി പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന പഠനം വഴി ആയ ഭ്രൂണങ്ങളുടെ ജനിതകം നേരത്തെ കൂട്ടി കണ്ടിട്ട് നോർമലായിട്ടുള്ള ഭ്രൂണങ്ങളെ മാത്രം അമ്മയ്ക്കുള്ളിൽ നിക്ഷേപിക്കാൻ പറ്റും. അങ്ങനെ അബ്നോർമലായിട്ടുള്ള ഭ്രൂണങ്ങളെ ഒഴിവാക്കിയും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതാണ് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോസ് ഓഫ് റിപ്പീറ്റഡ് ഫസ്റ്റ് ട്രൈമസ്റ്റർ അബോർഷൻസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിനകത്ത് വരാവുന്ന സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസാണ്. അത് ഒന്നുകിൽ ഒരു സെപ്റ്റം ആകാം, അതായത് നമ്മൾ സ്ത്രീകൾ അമ്മയ്ക്കുള്ളിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ വളരുമ്പോൾ തന്നെ ഗർഭപാത്രം 2 പകുതിയായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് നടുക്ക് വന്ന് ഫ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസ് ചെയ്യുമ്പോൾ നടുക്ക് വരുന്ന ആ ഒരു ഭിത്തിയുണ്ട്, അരഭിത്തിയുണ്ട്, അത് വറ്റിപ്പോയിട്ട് ഒരറയായിട്ടാണ് മാറുക. ചിലർക്ക് അത് അരഭിത്തിയായിട്ട് ബാക്കി നിൽക്കും. അതുണ്ട് എന്നുണ്ടെങ്കിലും ഗർഭം ചിലപ്പം ഒരു പരിധിക്കപ്പുറം രക്തോട്ടം കുറവായത് കാരണം പിടിക്കത്തില്ല. ബൈകോർണേറ്റ് യൂട്രസ്, ഗർഭപാത്രം ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള പലവിധം അബ്നോർമാലിറ്റീസ് അതിൽ നമുക്ക് കോസായിട്ട് വരാം. പലവരും നമുക്ക് റിപ്പീറ്റ് അബോർഷൻസ് വരുവാണെങ്കിൽ ബാക്കി ടെസ്റ്റിംഗ് എല്ലാം നോക്കിയിട്ടും നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ലഘുവായിട്ടൊരു പരിശോധന വഴി ഗർഭപാത്രത്തിനുള്ളിൽ ചെറിയൊരു ക്യാമറ കടത്തി നോക്കിയിട്ട് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് കാണുകയും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുറത്തിറങ്ങാനും സാധിക്കും. 3-ാമത്തെ കോസസ്സാണ് ആൻറ്റിബോഡീസ്, അതായത് ഇമ്മ്യൂണോളജിക്കൽ കോസസ്. അതായത് ഗർഭപാത്രത്തിനുള്ളിൽ ഗർഭം പിടിക്കുന്നതിനെ വിപരീതം നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുകയോ റിജക്ഷൻ ഉണ്ടാക്കുകയോ ചെയ്യുന്ന രക്തത്തിലുള്ള ആൻറ്റിബോഡീസ്. അത് പല അസുഖങ്ങളിലും കാണും. ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം എന്ന് പറയുന്ന ഒന്നാണ്, SLE മറ്റൊന്നാണ്. മറ്റ് പല ആൻറ്റിബോഡീസും ഒരു സ്ത്രീക്കുള്ളിൽ കണ്ടേക്കാം. അപ്പം 3-ഓ അതിൽ കൂടുതലോ പ്രാവശ്യം ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അബോർഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അത് ഉണ്ട് എന്ന് കാണുന്ന പക്ഷം ഗർഭമാവുന്നതിന് മുമ്പ് തന്നെ ഗർഭപാത്രത്തിലൂടെ രക്തോട്ടം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. ഗർഭം സ്ഥിരീകരിച്ചതിന് ശേഷം, സ്കാനിൽ സ്ഥിരീകരിച്ച് ഹാർട്ട് ബീറ്റ് കണ്ടതിന് ശേഷം രക്തോട്ടം ബാധിക്കാതിരിക്കാനുള്ള ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ പോലെയുള്ള മറ്റ് മരുന്നുകളും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രഗ്നൻസീനെ കൂടുതൽ ശ്രദ്ധയോടുകൂടിയും കൂടുതൽ മെഡിസിൻ്റെ സപ്പോർട്ടോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാവുന്നതാണ്. മറ്റ് ഒരു പ്രധാന കാരണം അമ്മയുടെ ജനറലായിട്ടുള്ള ആരോഗ്യം, ക്രോണിക് ആയിട്ടുള്ള അനീമിയ, അതായത് രക്തക്കുറവ്, രക്താതിസമ്മർദ്ദം, ഷുഗർ, മറ്റ് അസുഖങ്ങളുമെല്ലാം പലവട്ടം അബോർഷൻ ആവാനായിട്ട് ആക്കം കൂട്ടാൻ ഉള്ള ഒരു കാരണമാണ്. അത് മുന്നേ കൂട്ടി കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.